നമ്മളെ മദ്രസയുടെ പ്രത്യേകത എന്താ? നമ്മളെ മദ്രസക്ക് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ 3 മദ്രസയിൽ തുടക്കത്തിൽ പോയി ഫാത്തിഹ ഓതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, മദ്രസയിൽ മോട്ടോർ ബൈക്കിൽ പോകുമ്പോ ഹെൽമറ്റ് ധരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് എത്രാം ക്ലാസ്സിലാണ് എന്ന് ചോദിച്ചു കുട്ടികളോട്. അപ്പൊ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു 3-ാം ക്ലാസ്സിലാണ്. പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ മദ്രസയിലെ വല്ലാത്തതുകൊണ്ട് എനിക്കത് ഏത് ക്ലാസ്സിലാന്ന് പറയാൻ കഴിയില്ല. പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാനും ഉണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ. ഹെൽമറ്റ് ധരിക്കണം നമ്മളെ മദ്രസയിലെ കുട്ടിക്ക് പഠിപ്പിക്കാൻ. കുട്ടികളുടെ ഭാവി ജീവിതത്തിലും നാട്ടുകാരുടെ ജീവിതത്തിലും എല്ലാവരുടെയും നന്മക്ക് ആവശ്യമായതൊക്കെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല, നമ്മുടെ മദ്രസക്ക് അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുട്ടികളോട് കളവ് പറയരുത് എന്നാണ്. അത് മുസ്ലിമീങ്ങളോട് കളവ് പറയരുത് എന്നല്ല, ആരോടും കളവ് പറയരുത്. മുസ്ലിമിനോടും അമുസ്ലിമിനോടൊന്നും പറയരുത്. ചതിക്കരുത്, ആരെയും ചതിക്കരുത്. അതേ, ചീത്ത വിളിക്കരുത്, ആരെയും ചീത്ത വിളിക്കരുത്. അതേ, കുറ്റം പറയരുത്, ആരെ കുറ്റവും പറയരുത്. ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും പരിഹസിക്കരുത്, കളിയാക്കരുത്. ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഗുണമുള്ളതാ മദ്രസയെ പഠിപ്പിക്കുന്നത്. മദ്രസയിലെ പുസ്തകം എടുത്ത് നോക്കി ഞാൻ പറഞ്ഞു നോക്കില്ലേ? അങ്ങനെയാണ്. വർഗീയതയില്ല, വർഗീയത പഠിപ്പിക്കാൻ പാടില്ല, വർഗീയത പാടില്ല. അങ്ങനെയാണ് നമ്മുടെ മദ്രസയെ പഠിപ്പിക്കുന്നത്. അതോടുകൂടെ നമ്മുടെ മദ്രസയിൽ ബാപ്പ, ഉമ്മ, ഉമ്മാമ, ഉപ്പാപ്പ അവരെ എങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ 2-ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉമ്മാനെ വീട്ടിൽ പോയിട്ട് നീ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. 2-ാം ക്ലാസ് മദ്രസയിലുള്ളപ്പെട്ടോ നീ എന്ന് വിളിക്കാറുണ്ടായി. ഞാൻ 2-ാം ക്ലാസ്സിലെ ഉസ്താദിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. ഉസ്താദ് ഉമ്മാന്റെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ ക്ലാസ് നിന്ന് തീരുമാനിച്ചു, ഞാൻ ഉമ്മാനെ ഇനി ഞാൻ ജീവിതത്തിൽ നീ എന്ന് വിളിക്കൂല തീരുമാനിച്ചു. വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ന് ആദ്യമായിട്ട് വിളിച്ചു ഉമ്മാനെ. അത് കേട്ടിട്ട് എൻ്റെ പെങ്ങളും നിങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ അഞ്ചനും മറ്റൊക്കെ പിന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഉറപ്പല്ല, താഴോട്ട് എന്തായാലും നടക്കുമല്ലോ. മദ്രസയിലെ പഠനം എന്ന് പറയുന്നത് ഉമ്മാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠന, ബാപ്പാന്റെ ബഹുമാനം പഠിപ്പിക്കുന്ന പഠന. മരിച്ചുപോയവർക്ക് വേണ്ടി അസീനോദണം, ഫാത്തിഹോദണം, മരിച്ചുപോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം, മരിച്ചുപോയവരെ സന്ദർശിക്കണം, സിയാറത്ത് ചെയ്യണം, ഒക്കെ നമ്മളെ മദ്രസയെ പഠിപ്പിക്കും. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണത്തിന് ശേഷവും നമ്മുടെ മക്കൾക്ക് ഉപകാരവും നമ്മളെ മക്കളെ കൊണ്ട് നമുക്കും ഉപകാരവും ലഭിക്കാനുള്ള സർവ്വ വിഷയങ്ങളും പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ. പഠിപ്പിക്കുന്ന ഒന്ന് ഫാത്തിഹ. ആ ഫാത്തിഹ പഠിച്ച് അവർ നിസ്കരിക്കുന്നു, ഉദുവും കുളിയും പഠിക്കുന്നു, അതേ സ്വഭാവം പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു. ഇനി ഞാനൊന്ന് പറയട്ടെ, സുന്നികളെ മദ്രസയിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു സംഗതി. ഇതിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പലതും അങ്ങനെയാണ്. കൂട്ടത്തിലൊന്ന് പറയാം, അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുണ്ട്. അള്ളാഹിനെ പറ്റി ശരിക്കും നമ്മൾ പഠിക്കണല്ലോ. അതെ, അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതാ, അന്ന് പഠിച്ച ഓർമ്മയാണ്. അല്ലാഹു തആല അവൻ ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല, തുടക്കമില്ലാതെ ഉള്ളവനാണ്, എന്നും അവശേഷിക്കുന്നവനാണ്, അവന് നാശമില്ല. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. സൃഷ്ടികളോട് ഒരു വിധത്തിലും അള്ളാഹുവിന് തുല്യതയില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് കയ്യും കാലും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. കിട്ടിയക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. കൈ എന്തിനാ? എനിക്ക് കൈ എന്തിനാ? എന്റെ പല സംഗതി നിർവഹിക്കാനാ. അള്ളാഹുവിന് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടാ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. എനിക്ക് കണ്ണെന്തിനാ? കാണാനാ. അള്ളാഹുവിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹുവിന് കാണാൻ? അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ 20 സിഫത്ത് പഠിക്കണം. അത് സുന്നികളെ മദ്രസയിലല്ലാതെ 20 സിഫത്ത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ശരിക്കും കുറിച്ച് വെച്ചോ ഞാൻ പറയുന്നു. വേണമെങ്കിൽ കുറ്റിയാടി വന്നോളി. അവരൊരൊറ്റ മദ്രസയിലും അള്ളാഹുവിന് 20 സിഫത്ത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി അവരെ കുട്ടികൾക്ക് അറിയില്ല. അവരെ മദ്രസകളിൽ മലയാളത്തിലാണ് പുസ്തകം. അതുകൊണ്ട് കുട്ടികൾക്ക് അക്ഷരം ഉച്ചരിക്കാൻ കഴിയില്ല.
നിങ്ങൾ വിളിച്ചു ചോദിച്ചു നോക്കും ഒരു മുജാഹിദിന്റെ മൗലവി തന്നെ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും. മുഹമ്മദ് നബി എന്നാ പറയാം. അങ്ങനെ ഒരു നബീനെ അല്ലാഹ് അയച്ചിട്ടില്ല. മുഹമ്മദ് ഹ എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ല. മലയാളത്തിലുള്ള പുസ്തകം പഠിച്ചാൽ കുട്ടികൾ മുഹമ്മദ് നബി എന്ന് പറയും. അങ്ങനെ ഒരു നബി ഇല്ല. മുഹമ്മദ് ഹ ഒന്ന് വേറെയാണ്, ഹ ഒന്ന് വേറെയാണ്. ഹ എന്ന് തന്നെ മൊഴിഞ്ഞു പഠിക്കണം നമ്മുടെ കുട്ടികൾ. മലയാളത്തിലില്ല. സ്വാദ് മലയാളത്തിലില്ല. മലയാളത്തിലില്ല. ഫാ മലയാളത്തിലില്ല. ലാ മലയാളത്തിലില്ല. ദാല് മലയാളത്തിലില്ല. സൈ മലയാളത്തിലില്ല. ഇനിയും എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിലില്ലാത്ത അക്ഷരങ്ങൾ. അപ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ മദ്രസകൾ അറബിയിൽ തന്നെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നു, ഉച്ചാരണം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടികളുടെ ഷഹാദത്ത് കലിമ ശരിയാവുന്നു. അല്ലെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയും. അങ്ങനല്ല, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹ എന്ന് തന്നെ മൊഴിയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ അതിന് മലയാളത്തിലില്ല. അവനെന്താ റബ്ബിൽ ആലമീൻ. അത് ഖുർആനാവൂല. അപ്പൊ ശരിക്കും ഒരാൾ മുസ്ലിമായി ജീവിക്കണോ എന്നാ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയെ തന്നെ പഠിക്കണം. വേറെ എവിടെങ്കിലും പഠിപ്പിച്ചാൽ നടക്കൂലത്. അത് നന്നായി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കണം. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ട്. അവർക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുക മക്കൾക്ക്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അവർ മക്കളുടെ കാര്യത്തിൽ ബോധമുള്ളവരാ. ആ രക്ഷിതാവും കുട്ടിയും മാത്രം വിചാരിച്ചാൽ പഠിക്കാനാവോ? അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മാനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ സലാ. അല്ലാഹുവും അവന്റെ മലക്കുകളും സർവ്വലോകത്തുമുള്ള സർവ്വജീവികളും ഹത്തൽ ഹൂത് പുഴയിലും കടലിലുമുള്ള മത്സ്യങ്ങൾ വരെ മാനം ലിൽ ഫലാ ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പുകൾ വരെ കുല്ലുൻ യുസല്ലി അവരെല്ലാം ഈ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ടി പ്രാർത്ഥന നടത്തും. അല്ലാഹു തആല അനുഗ്രഹം വർഷിക്കും. വലിയ സ്ഥാനമുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ. ആ ഉസ്താദുമാർക്കും വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. ഇന്ന് രാവിലെ ഞാൻ പോയ മദ്രസയിൽ കുട്ടികളെ ഞാൻ പറഞ്ഞു, ഇവിടെ എത്ര മണിക്കാ മദ്രസ തുടങ്ങല്? തുടങ്ങുന്ന സമയം ഏതാണ്? 7:30. അതെന്തിന് ഇത്ര അധികം സമയം? എന്തിനാണ്? രാവിലെ സുബഹി മുതൽക്ക് വേറെ പണിയുണ്ട് കുട്ടികൾക്ക്? ഞാൻ ഇന്നും കായക്കൊടി മദ്രസയിൽ പോയി. കുട്ടികളോട് ഞാൻ ചോദിച്ചു എത്ര മണിക്കാ മദ്രസ തുടങ്ങുക? അതിന് കമ്മിറ്റിക്കാരുണ്ട്, മുസ്ലിമുണ്ട്. 6:45 എന്ന് പറയും. 5 മണിക്ക് സുബഹി ആയാൽ 1.25 മണിക്കൂറില്ലേ? കുട്ടികൾക്ക് എന്തുകൊണ്ട് 6:45 മദ്രസയിൽ എത്തിക്കൂടാ? ആ സമയം മാറ്റണം. ചുരുങ്ങിയത് 7 മണിക്കെങ്കിലും മദ്രസ തുടങ്ങും. ആകെ അവർക്ക് ലഭിക്കുന്നത് 1.5 മണിക്കൂർ, 2 മണിക്കൂർ. അതും നമ്മൾ പണ്ടുകാലത്ത് ഈ ഓല കൊത്തിയിട്ട് അത് മടഞ്ഞുണ്ടാക്കി വീട് മേയുന്ന കാലം ഉണ്ടായിരുന്നു ഇല്ലേ ഞർമുട്ടിയാജി? അതിന് എന്താ പറയാ, കടമ്പും തുച്ഛവും കഴിക്കാന്ന് പറയും. അപ്പുറവും വെട്ടി ഇപ്പുറവും വെട്ടി നടുവിങ്ങെടുക്കലാണ്. രാവിലെ നമ്മൾ 5 മണിക്ക് സുബിയായിട്ട് നമ്മൾ 7:15 മദ്രസ തുടങ്ങിയ 2.25 മണിക്കൂർ എന്തിനാ? മദ്രസ ചുരുങ്ങിയത് 7 മണിക്കെങ്കിലും തുടങ്ങണം. എൻ്റെ നാട്ടിൽ പേരോട് ഞാൻ പോയി, മിന്നാന്ന് കമ്മിറ്റി പങ്കെടുത്തു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 7:15. ഞാൻ പറഞ്ഞു മാറ്റണം, 7 മണിക്ക് മദ്രസ തുടങ്ങണം. 7 മണിയിൽ അപ്പുറം എന്തായാലും പോകാൻ പറ്റില്ല. 7 മണിക്ക് മദ്രസ തുടങ്ങണം. അപ്പൊ കുട്ടികളോട് ഞാൻ ചോദിച്ചു, 6:45 മദ്രസ തുടങ്ങുമ്പോൾ കുട്ടികളായ നിങ്ങൾ എത്ര മണിക്കെത്തും? കുട്ടികൾ ഇങ്ങനെ മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞു 6:40 മുമ്പ് മദ്രസയിൽ എത്തുന്ന കുട്ടികളൊക്കെ എഴുന്നേറ്റിക്കണോ? എല്ലാ കുട്ടികളും എഴുന്നേറ്റുന്നു. 6:40 മുമ്പ് എത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 6:35 ഉസ്താദുമാരും എത്തുമെന്ന് പറഞ്ഞു.
കുട്ടികൾ വരുമ്പോൾ ഉസ്താദുമാർ റെഡിയിലുണ്ടാവണം, അല്ലെ കുട്ടികൾ വന്നിട്ട് തമ്മിൽ തല്ലുണ്ടാവും. അപ്പൊ ഉസ്താദുമാർ നേരത്തെ തന്നെ എത്തണം. അത് ഇനി ഉസ്താദുമാർ എത്തി 5 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികളെത്തണം. എന്നിട്ടോ 7 മണിക്ക് മദ്രസ തുടങ്ങി. പെട്ടെന്ന് നമ്മൾ 7:15 പിടിച്ച് 6:45 7 മണിക്കാക്കണം മദ്രസ തുടക്കം. അങ്ങനെ 7 മണിക്ക് മദ്രസ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഈ കൊല്ലം ഒരൊറ്റ ദിവസം പോലും ഹാജരാകാത്ത, അറ്റൻഡ് ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചവരൊക്കെ എഴുന്നേറ്റുക്കണമെന്ന്. കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് തീരുമാനിപ്പിച്ചു. അതുപോലെ പിന്നെ ഞാൻ ചോദിച്ചു, കൂടുതൽ സമയം ക്ലാസ് എടുക്കുന്ന ദിവസം ഏതാണ്? കുട്ടികൾ പറഞ്ഞു ശനിയും ഞായറും. ഞാൻ പറഞ്ഞു ശനിയും ഞായറും ലീവാവൂല എന്ന് ഉറപ്പിച്ച കുട്ടികളൊക്കെ എഴുന്നേറ്റിക്കണമെന്ന്. അപ്പൊ കുട്ടികളൊക്കെ എഴുന്നേറ്റു. ഇവിടെ ഇപ്പൊ കുട്ടികളല്ല വലിയവല്ല ഉള്ളത്, നിങ്ങളിപ്പോ എഴുന്നേൽപ്പിച്ച് നിർത്തണ്ടാച്ചിട്ടാണ്. അതുകൊണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ, അവരോട് ഞാൻ പറയാം, ശനിയും ഞായറും ലീവാക്കരുത്. അന്നാണ് കുറച്ചെങ്കിലും സമയം കിട്ടുക, ബാക്കിയൊക്കെ സ്കൂളിൽ പോയി. അപ്പൊ സമയം നേരത്തെ തുടങ്ങണം. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് കിട്ടണം. ഇവിടെ എത്ര മണിക്കാ മദ്രസ വിടുക? 10:30 എല്ലാ ദിവസവും? സാധാരണ 9:30. ഇങ്ങോട്ടെ, അത് ഞാൻ കുറക്കുന്നില്ല. സാധാരണ അങ്ങനെ നടത്തിയിട്ട് കുഴപ്പമൊന്നും ഇതുണ്ടായിട്ടില്ലല്ലോ. ഇനി ഏതോ ഒരു കുട്ടിക്ക് ഏതോ ഒരു സ്കൂളിൽ പോകേണ്ട തിരക്കുണ്ടെങ്കിൽ ആ കുട്ടീനങ്ങ് വിടുക എന്നല്ലാതെ ബാക്കിയുള്ള കുട്ടികളുടെ സമയം അതിന് വേണ്ടിയിട്ട് കുറക്കാൻ പാടില്ല. കിട്ടുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കണം. പഴയ കാലം പോലെ കിട്ടുന്നില്ലപ്പം, കുറഞ്ഞ സമയം കിട്ടുള്ളൂ. എന്റെ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, കൃത്യമായിട്ട് കുട്ടികളെ മദ്രസയിൽ എത്തിച്ചു കൊടുക്കണം. അതെത്തിച്ചു കൊടുക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉസ്താദുമാർക്ക് കഴിയില്ല. മാർക്ക് വാങ്ങിയാൽ മാത്രം പോരാ, കുട്ടികൾ നല്ലോണം പഠിക്കണം, പഠിച്ചിട്ട് മാർക്ക് വാങ്ങണം. അൽഹംദുലില്ലാഹ് മാർക്ക് വാങ്ങിയത് വളരെ സന്തോഷമാണ്. അതിന് ഉസ്താദുമാരെയും കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും കുട്ടികളെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും നല്ല വിജയങ്ങൾ നൽകുമാറാകട്ടെ. അങ്ങനെ മദ്രസ നമ്മുടെ ജീവൽ പ്രശ്നമാണ്, ഇസ്ലാമിന്റെ ജീവൽ പ്രശ്നമാണത്. അതുകൊണ്ട് അതിന് വളരെ പരിഗണന നൽകണം. കുട്ടികളെ നന്നായി പഠിപ്പിച്ച് പുരോഗമിപ്പിച്ച് വളർത്തൽ നമ്മുടെ കടപ്പാടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം പറയണം. പഴയ കാലം പോലെയൊന്നല്ല. എൻ്റെ ബാപ്പയൊക്കെ ജീവിക്കുന്ന കാലത്ത് പട്ടിണിയായിരുന്നു. ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് അരി കിട്ടാത്തത് കൊണ്ട് 2 മണിക്കൂറിലധികം 2 കിലോ അരിക്ക് വേണ്ടി ക്യൂ നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ആൾക്ക് തമാശ തോന്നൂലേ? അല്ലാഹു എത്ര നിഅമത്താണ് നമുക്ക് ചെയ്തത്, എത്ര അനുഗ്രഹമാണ് നമുക്ക് ചെയ്തത്. ഇപ്പോൾ ഭക്ഷണത്തിൽ നല്ല വിഷമമുണ്ടോ? അരിക്ക് വിഷമമുണ്ടോ? വസ്ത്രത്തിന് വിഷമമുണ്ടോ? എൻ്റെ ജ്യേഷ്ഠൻ ഇട്ട വസ്ത്രം, ഇട്ട കുപ്പായം, അത് ചെറുതാക്കിയിട്ട് ഞാൻ ഇട്ട് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഓരോരുത്തരുടെ വീട്ടിൽ എത്രയാ കുപ്പായം, എത്രയാ തുണി. നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയണം. നമുക്ക് ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യണം. നമ്മുടെ മദ്രസകൾ നന്നായി പുരോഗമിക്കണം, നന്നായി നടന്നു പോകണം. നമ്മുടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അള്ളാഹ് അവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിക്കുന്നു, മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടോ അവർ യാചിക്കേണ്ട ഗതികേടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഉസ്താദുമാർക്ക് നല്ല മാനമായ ശമ്പളം കൊടുക്കണം. കമ്മിറ്റിക്കാര് ഉസ്താദിനെ നിശ്ചയിക്കുമ്പോൾ 100 രൂപ കുറഞ്ഞത് മൊയ്ലിയാരാന്നല്ല നോക്കേണ്ടത്, മറിച്ച് കഴിവുള്ള മൊയ്ലിയാരാണ് നോക്കണം. കുട്ടികളെ പഠിപ്പിക്കാൻ ത്രാണിത്വമുള്ള, അതെ, കഴിയുമെങ്കിൽ അറബിയും ഇംഗ്ലീഷും ഒക്കെ കുട്ടികളോട് സംസാരിക്കാൻ കഴിയുന്ന നല്ല ത്രാണിത്വമുള്ള പണ്ഡിതന്മാരെ നമ്മൾ മദ്രസകളിൽ സ്ഥാപിക്കാൻ നോക്കണം. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പലപ്പോഴും അങ്ങനെ ഭൗതികമായ അറിവ് കൂടി ഉണ്ടാകുന്ന ചെറിയ മക്കൾക്ക് ഭൗതികമായ അറിവ് കൂടി ഉള്ളവർ ഉസ്താദുമാരായാൽ കൂടുതൽ ഉപകാരപ്പെടും. അതിനൊക്കെ നല്ല സന്നദ്ധത വേണം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇതൊന്നും പലരും പറയൂല, അത് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറയൂല. ഞാൻ അങ്ങനെ പണ്ടേ തീരുമാനിച്ചിട്ടില്ല, പറയാൻ വിചാരിച്ചെല്ലാം പറയാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ്